ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ സെലക്ഷൻ സോർട്ട് എന്ന മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്നും അതിൻ്റെ പ്രോഗ്രാം എന്താണെന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആക്ച്വലി ഇതിൻ്റെ ലോജിക്ക് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പ്രോഗ്രാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ അവസാനത്തെ 2 സ്ലൈഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് തന്നെ പഠിച്ചാൽ മതി. ഇവിടെ 2 സ്ലൈഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ സ്ലൈഡിലുള്ളത് ആക്ച്വലി നമ്മൾ മുമ്പ് പഠിച്ച ആ സെയിം പ്രോഗ്രാമിലുള്ള മാറ്റർ തന്നെ, സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഈ സ്ലൈഡിലുള്ളത്. രണ്ടാമത്തെ സ്ലൈഡിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതും ഈ പോർഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള മെത്തേഡിലുള്ള ഈ സോർട്ടിംഗ് മെത്തേഡ് തന്നെ, ബബിൾ സോർട്ട് മെത്തേഡിലുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ഈ അവസാനം കാണിച്ചിരിക്കുന്നതും. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ പുതിയതായിട്ടുള്ളൂ. ഈ നമ്മുടെ ഇപ്പം പഠിക്കാൻ പോകുന്ന സെലക്ഷൻ സോർട്ട് മെത്തേഡിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്, എക്സിക്യൂഷൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലോജിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പം അത് നമുക്ക് ഈ ലോജിക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സെലക്ഷൻ സോർട്ട് മെത്തേഡിൻ്റെ. അപ്പം ഈ മെത്തേഡ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ റാൻഡമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ വാല്യൂസിനെ ഒരു അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ബബിൾ സോർട്ട് മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഈ വീഡിയോയിൽ സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്ന ആ ഒരു ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ഈ സെലക്ഷൻ സോർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ഈ ബ്ലൂ കളറിൽ ആ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടാണ്. ഈ കാണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നതും അത് ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഈ ഇൻറ്റീജർ വാല്യൂസ് ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു റാൻഡം ആയിട്ടാണ് ഈ നമ്മൾ ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു പർട്ടിക്കുലർ ഓർഡറിലാക്കി ഈ കാണിച്ചിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൽ സെലക്ഷൻ സോർട്ട് മെത്തേഡാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോജിക്കെല്ലാം വളരെ സിമ്പിളാണ്. ഈ തന്നിട്ടുള്ള എലമെൻറ്റ്സിൽ, ഇൻറ്റീജർ വാല്യൂസിൽ, അതായത് അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഇൻറ്റീജർ വാല്യൂസിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ എലമെൻറ്റിനെ ഈ അറയിലുള്ള ആദ്യത്തെ എലമെൻറ്റുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2, 3. 0 ഇൻഡെക്സ് പൊസിഷൻ 3യിലാണ് അത് കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റിനെ, ആ വാല്യൂവിനെ ഇൻഡെക്സ് പൊസിഷൻ 0 ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യും. ഇൻഡെക്സ് പൊസിഷൻ 0യിൽ 8 എന്ന വാല്യൂ ആണുള്ളത്. അതും 1ഉം കൂടെ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ഈ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8ന് പകരം 1 വന്നു, ഇവിടെ 1ന് പകരം 8 വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത എലമെൻറ്റ്സിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണോ അത് ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0യിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും ഇതിൽ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ളത് നമ്മൾ ഈ ആദ്യത്തെ എലമെൻറ്റിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. ബാക്കിയുള്ള എലമെൻറ്റ്സിനെ മാത്രമേ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അടുത്ത റൗണ്ടിൽ ബാക്കിയുള്ള എലമെൻറ്റ്സിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഈ ബാക്കിയുള്ള എലമെൻറ്റ്സിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ആണ്. അതിനെ നമ്മളപ്പോൾ കൺസിഡർ ചെയ്ത ആദ്യത്തെ എലമെൻറ്റുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും എലമെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 20 ആണ്. ആ 20 ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ 20ക്ക് വരെ 2ഉം ഇവിടെ 2ന് വരെ 20യും വരുന്നത്. അതിനുശേഷം ഈ എലമെൻറ്റിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക. ബാക്കിയുള്ള എലമെൻറ്റ്സ് മാത്രം എടുക്കുക. ആ ബാക്കിയുള്ള എലമെൻറ്റ്സിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതെന്ന് നോക്കുക. അത് ഈ 4 ആണ്. അതിനെ ഇപ്പം കൺസിഡർ ചെയ്ത എലമെൻറ്റ്സിലെ ആദ്യത്തെ എലമെൻറ്റുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ഈ 20 എന്നുള്ളത് 4 ആയി, 4 എന്നുള്ളത് 20 ആയി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 4നെ ഇഗ്നോർ ചെയ്യുക, ബാക്കിയുള്ള എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ താഴോട്ട് വരുന്തോറും ആ എലമെൻറ്റ്സ് അറേഞ്ച്ഡ് ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും ചെറിയ വാല്യൂവിൽ നിന്ന് കൂടിയ വാല്യൂയിലോട്ട് വരുന്ന ആ ഒരു രീതിയിൽ, ആ ഒരു അസെൻഡിങ് ഓർഡറിൽ ആ അറേ എലമെൻറ്റ്സ് അറേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ എത്തപ്പോഴേക്കും 11 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. ആ ചെറിയ വാല്യൂവിനെ ആ കൺസിഡർ ചെയ്ത എലമെൻറ്റ്സിനെ ആദ്യത്തെ വാല്യൂ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 19 ആണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്കിതാ ഇങ്ങനെ കിട്ടുന്നു. അങ്ങനെ അവസാനം എല്ലാ വാല്യൂസും കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ സെലക്ഷൻ സോർട്ട് മെത്തേഡിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോജിക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ പ്രോഗ്രാം കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം.
ഞാനിവിടെ കാണിച്ചിട്ടുള്ളതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ മുമ്പത്തെ പ്രോഗ്രാമിലുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് ഇതാ ഇവിടെ ഈ ഡിക്ലറേഷൻ, ഈ വേരിയബിൾസ് ഡിക്ലറേഷൻ മാത്രമേ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ഇവിടെ മിനിമം എന്നും പോസ് എന്നും, ഈ പോസ് എന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിവിടെ കണ്ടത് ഏറ്റവും ചെറിയ എലമെൻ്റ് ഏതെന്ന് കണ്ടെത്തുമ്പോൾ ആ ഏറ്റവും ചെറിയ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വേരിയബിൾ POS എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഈ മിനിമം എന്ന് പറഞ്ഞാൽ ആ മിനിമം എന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇവിടെ 4 ആണെങ്കിൽ 4 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് മിനിമം എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാം ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ മെയിനായിട്ടുള്ള ഈ നമ്മുടെ ഈ ആക്ച്വലായിട്ടുള്ള ലോജിക്ക് വരുന്നത്. ആക്ച്വലായിട്ടുള്ള ലോജിക്ക് ഇതാ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് വരുന്നത്. അത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളമാക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതും കാണാതെ പഠിച്ചുകൊണ്ട് തന്നെ പോവുക. ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എക്സാമിന് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് ചിലപ്പം മാർക്ക് തന്നിട്ട് സ്റ്റുഡൻസ് ഒരു 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് തന്നിട്ട് അത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിരിക്കാം ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ആ സമയത്ത് 10 സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ 10 എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ മാർക്സ് എൻ്റർ ദി മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് എന്ന് നമുക്ക് ആദ്യമേ ചോദിക്കാം. എന്നിട്ട് ദ മാർക്സ് ഓഫ് ദി 10 സ്റ്റുഡൻസ് ആർ അറേഞ്ച്ഡ് ആസ് ഫോളോസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ചേഞ്ചസ് മാത്രമേ നിങ്ങൾ ആക്ച്വലി ഈ പ്രോഗ്രാമിന് വരുത്തേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കാം എക്സാമിന് തരുന്നത്, അല്ലെങ്കിൽ മാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ എഴുതാനായിട്ട് സാധിക്കും. വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല. മെയിനായിട്ടുള്ള ചേഞ്ചസ് വരുന്നത് ഈ വരുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിസ്പ്ലേ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ നമുക്ക് ഈ പഠിച്ചുകൊണ്ട് പോകുന്ന പ്രോഗ്രാം അതുപോലെ തന്നെ എക്സാമിന് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സെലക്ഷൻ സോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ 2 സോർട്ടിംഗ് മെത്തേഡും അതുപോലെ തന്നെ 2 സോർട്ട് മെത്തേഡ്, 2 സെർച്ച് മെത്തേഡ് നമ്മൾ പഠിച്ചു. ബൈനറി സെർച്ച് മെത്തേഡ്, ലീനിയർ സെർച്ച് മെത്തേഡ്, അങ്ങനെ സെർച്ചിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും, അങ്ങനെ ഇത്രയും പോർഷൻസാണ് നമ്മൾ പഠിച്ചത്. ഈ പഠിച്ച പോർഷൻസ് എല്ലാം 3rd മോഡ്യൂളിലുള്ളതാണ്. അപ്പോൾ 3rd മോഡ്യൂൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഗ്രാം കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, എല്ലാത്തിലും സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതും പഠിച്ചിട്ട് ആ പ്രത്യേകം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നിങ്ങൾ പഠിച്ചാൽ മതി, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് 3rd മോഡ്യൂളിലുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.